വെൽക്കം ടു ലെച്ചൂസ് വ്ലോഗ്. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ആലപ്പുഴ ഹരിപ്പാട് അച്ചായൻ്റെ തട്ടുകടയിലേക്കാണ്. അച്ചായൻ്റെ തട്ടുകട എന്ന് പറഞ്ഞാലേ ഹരിപ്പാടുള്ളവർക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് ആ കടയുടെ പേര് അങ്ങനെ തന്നെ ആയിപ്പോയി, അച്ചായൻ്റെ തട്ടുകട. അച്ചായൻ്റെ തട്ടുകട കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഹരിപ്പാട് പ്രദേശങ്ങളിൽ തന്നെയുണ്ട്. ഇപ്പോൾ അച്ചായൻ്റെ തട്ടുകട പ്രോപ്പറായിട്ടുള്ള സ്ഥലമല്ല. എന്താണെന്ന് വെച്ചാൽ ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ചായൻ്റെ തട്ടുകട. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കട നിൽക്കുന്നത് നമ്മുടെ ഹരിപ്പാട് KFCയുടെ ഓപ്പോസിറ്റ്, അതായത് ഹരിപ്പാട് ഫെഡറൽ ബാങ്കിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ആ ഒരു സ്ഥലത്താണ് കട നിൽക്കുന്നത്. എന്തുവായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ അച്ചായൻ്റെ ദോശയും ആ സ്പെഷ്യൽ ചമ്മന്തിയും മുളക് ചാറും ഓംപ്ലേറ്റും എല്ലാം തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റാണ്. നമ്മുടെ അച്ചായനും വൈഫും കൂടി കുറച്ച് വർഷങ്ങളായി നടത്തി വരുന്ന ഒരു കടയാണിത്. നമ്മുടെ പഴമയുണർത്തുന്ന ആ തട്ടുകട ഫീല് നമുക്ക് എന്തുവായാലും ഈ ദോശ കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. അത് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു 6 വർഷക്കാലമായി ഞങ്ങൾ വേറെ എങ്ങും പോകാതെ അച്ചായൻ്റെ അടുത്ത് തന്നെ വരുന്നത്. അത് ഞങ്ങൾ തന്നെയല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കട ഒഴിവാക്കിയാണ് നമ്മുടെ അച്ചായൻ്റെ അടുത്ത് ഇപ്പോഴും വരുന്നത്. അച്ചായൻ്റെ പഴയ കസ്റ്റമർ ഒന്നും അച്ചായനെ വിട്ടു പോയിട്ടില്ല. എല്ലാവരും നമ്മുടെ അച്ചായൻ്റെ ദോശയ്ക്ക് വേണ്ടി വരുന്നവരാണ്. ഹരിപ്പാട് ദോശ അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഫുഡ് അടിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ അച്ചായൻ്റെ തട്ടുകട കഴിഞ്ഞിട്ട് അവിടെ ദോശ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കും. അതല്ലെന്നുണ്ടെങ്കിലേ നമ്മൾ മറ്റുള്ള കടയിലേക്ക് പോകുകയുള്ളൂ. എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ അച്ചായന് തന്നെയാണ്. ഏകദേശം 6 വർഷത്തിന് മുകളിലായി അച്ചായനുമായിട്ടുള്ള ഈ ഒരു ബന്ധം നിലനിർത്താൻ ഞങ്ങൾ തുടങ്ങിയിട്ട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ജനുവരി 16 ആയിരുന്നു. അച്ചായനെ ഞങ്ങൾ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നമ്മുടെ അച്ചായൻ വരുമെന്ന്. അച്ചായനും വൈഫും വന്നു. ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമുണ്ടായിരുന്നു അച്ചായൻ വന്നത്. നല്ല ചൂട് ദോശയും ആ ചമ്മന്തിയിൽ മുക്കി ഒരു പിടി, ആഹാ എന്തൊരു ടേസ്റ്റ്! അതും നല്ല വിശന്നിരുന്ന സമയം. നമ്മുടെ ആൾക്ക് നല്ല വിശപ്പുണ്ടെന്നൊക്കെ പറഞ്ഞാൽ വന്നു കേട്ടോ. അതുകൊണ്ടൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നങ്ങ് കഴിക്കുക. ഇനി നമുക്ക് നമ്മുടെ അച്ചായനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. അച്ചായ, എത്ര നാളായി ഈ തട്ടുകട തുടങ്ങിയിട്ട്? 11 വൈകുന്നേരം ഇതെല്ലാം റെഡിയാക്കി നമ്മൾ എത്ര മണിക്ക് തുടങ്ങും? 6 മണിക്ക്. എത്ര മണി വരെ കാണും? മാവ് തീരുന്ന ഒരു 12 മണി വരെ. ഇതാണ് നമ്മുടെ അച്ചായൻ്റെ തട്ടുകടയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വരിക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.